ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റംദാൻ സ്പെഷ്യലായിട്ട് ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ വെള്ളം കലക്കലൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് ചെയ്തില്ല പറഞ്ഞാൽ ലാസ്റ്റ് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സർബത്തും കാര്യങ്ങളൊക്കെ കലക്കി വെക്കാനുണ്ട്. അതൊക്കെ കലക്കി വെച്ചതിന് ശേഷം പിന്നെ ജ്യൂസ് ആയിട്ടൊക്കെ നേരത്തെ കലക്കി വെക്കുമ്പോൾ കുറച്ച് നല്ല തണുപ്പുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനൊരു രസമുള്ളൂ. അപ്പോൾ അത് നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ മെയിൻ ഫില്ലിംഗ് ആയിട്ട് വേണ്ട ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കുറച്ച് തൈരും ആഡ് ചെയ്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ പൊരിക്കാൻ വെച്ചു. അങ്ങനെ കുട്ടികൾ കറക്റ്റായിട്ട് ഒരു 4:30-5 മണിയാവുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഒരു പാത്രത്തിലാക്കിയിട്ട് ആ ഒരു പാത്രം കൊടുത്തയക്കുന്ന തിരക്കിലാണ്. പിന്നെ ഞാൻ ഇനി നമ്മുടെ ഫില്ലിങ്സിന് വേണ്ട ആവശ്യമുള്ള സാധനമൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്യാബേജ് വേണം, ക്യാരറ്റ് വേണം, അതേപോലെ തന്നെ കുക്കുംബറാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒണിയനും വേണം കേട്ടോ. ഇനി ഞാനൊരു പാനിലോട്ട് അല്പം ഓയിൽ ചേർത്തിയിട്ട് ഒണിയനും അതേപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് ചെറുതായിട്ട് പിച്ചി ഇട്ടതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുക്കുംബറും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പ് കുറച്ചും കൂടി പോരാ തോന്നിയതുകൊണ്ട് ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നല്ല തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മയോണീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു എഗ്ഗിൻ്റെ ബാറ്ററാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 3 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അല്പം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ട് വേണ്ട നമ്മുടെ സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് ഇതേപോലെ എടുത്തിട്ട് എഗ്ഗിലൊന്ന് നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പാൻ വെച്ചിട്ട് അതിലോട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഒരു റൗണ്ട് ആകുന്ന ഷേപ്പിൽ നമ്മൾ കൈകൊണ്ട് ശരിക്കും സൈഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്യാനൊന്ന് ജസ്റ്റ് മറന്നുപോയതുകൊണ്ട് ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെയൊക്കെ ഉണ്ടാവും, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഒന്ന് നടുവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ അടുത്ത ലെയറും അതേപോലെ 2 ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ലെയറും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കവർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള എഗ്ഗ് കൂടി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വീത്തി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് എല്ലാ സൈഡിലേക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നതാണ്. അതിന് ശേഷം കൈവച്ചിട്ട് നമ്മൾ ശരിക്കും സൈഡൊക്കെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. സമോസ ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് ഉള്ളിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, സൈഡിലെ ഭാഗങ്ങൾ മാത്രം. അതിന് ശേഷം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയില കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പാനിലോട്ട് അല്പം എണ്ണ തടവിയിട്ട് അതിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.